ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും കുഞ്ഞീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അലോവേര സോപ്പായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ പേര് കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ക്യാരറ്റിൻ്റെ സോപ്പും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 600 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. 6 100 ഗ്രാം വെച്ചിട്ട്. പിന്നെ ഗ്ലിസറിൻ, റോസ് വാട്ടർ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഓയിൽ അതുണ്ടാക്കാനുള്ളൊരു മോൾഡ്. പിന്നെ ക്യാരറ്റ് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജ്യൂസാക്കി എടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 600 ഗ്രാം സോപ്പ് ബേസ് 6 സോപ്പിന് വേണ്ടിയിട്ട് 100 ഗ്രാമിൻ്റെ 6 സോപ്പിന് വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു 25 ml ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2-3 ml ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക. 2-3 ml റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒരു 6 വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിന് പകരം ഓയിൽ കിട്ടും കേട്ടോ. ഓയിലാണെങ്കിലും ചേർത്താൽ മതി. ഞാനിവിടെ ക്യാപ്സ്യൂളാണ് ചേർക്കുന്നത്. അപ്പോൾ ഓയിൽ കിട്ടുന്നുള്ളവർ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സോപ്പിൻ്റെ ബേസ് ഉണ്ടല്ലോ, ഗ്ലിസറിൻ സോപ്പ് ബേസാണിത്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഈ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. അതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള സ്മെല്ല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് വയ്ക്കുക. 100 ഗ്രാമിൻ്റെയാണ് ഇതിപ്പോൾ. 100 ഗ്രാമിൻ്റെയാണ്. നിങ്ങൾ ഏത് ഗ്രാമാണോ ഉണ്ടാക്കുക, 90 ഗ്രാമിൻ്റെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 50 ഗ്രാമിൻ്റെ 75 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടാക്കാം. അതിൻ്റെ അനുസരിച്ച് സോപ്പ് ബേസ് എടുക്കുന്ന അളവ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെയാണ് മോൾഡ്. അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.